Hi friends, ഇന്നത്തെ വീഡിയോ ഒരു പീറ്റർ പാൻ കോളർ ആണ്. നമ്മൾ ലൈനിങ് ഉള്ള ഒരു ഫ്രോക്കിൽ എങ്ങനെയാണ് ഒരു പീറ്റർ പാൻ കോളർ അറ്റാച്ച് ചെയ്യണേന്ന് നോക്കാം. ഇവിടെ ഞാൻ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തേക്കാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ മാർക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഫ്രണ്ട് നെക്കിൻ്റെ വീതി 2.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് താഴേക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് അത് 2.5 ഇഞ്ചാണ്. ഇതിന് ഇതുപോലൊരു ബോക്സ് ഷേപ്പ് കൊടുക്കാം. ഇനി നമുക്ക് കഴുത്തിന് എന്ത് ഷേപ്പാണ് വേണ്ടത് അത് നമുക്കിതിൽ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു യു ഷേപ്പാണ് കൊടുക്കുന്നത്. ഇനി പീറ്റർ പാൻ കോളറിൻ്റെ വീതിയാണ് ഇവിടെ എടുക്കുന്നത്. 1.5 ഇഞ്ചാണ്. അതായിരിക്കും അത്ര വീതി ആയിരിക്കും ഇതിന് നല്ലത്. അപ്പോൾ ഇവിടെ തയ്ക്കുമ്പോൾ അതിനൊരു തയ്യൽ തുമ്പ് വേണമല്ലോ. അപ്പോൾ അതിന് ഒരു 1/2 ഇഞ്ച് കൂട്ടാം മുകളിലേക്ക്. നീ താഴേക്ക് അത് മടക്കി തയ്ക്കുക 1/2 ഇഞ്ച്. അപ്പോൾ 1 ഇഞ്ച് കൂട്ടിയിട്ട് 2.5 ഇഞ്ചിൽ വേണം ഇങ്ങനെ മാർക്ക് ചെയ്യേണ്ടത്. ഇനി അത് ഈ നെക്കിൻ്റെ ഈ മാർക്ക് ചെയ്ത നെക്കിൻ്റെ അവിടെ നിന്ന് 2.5 ഇഞ്ച് ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ ചുറ്റും ഇതുപോലെ മാർക്ക് ചെയ്യാം. അപ്പോൾ എത്രയാണ് നമുക്ക് നെക്കിൻ്റെ വീതി കോളറിൻ്റെ വീതി വേണ്ടത് അതിൽ നിന്ന് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാം. അപ്പോൾ ഇവിടെ ചുറ്റും ഞാൻ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തയ്യൽ തുമ്പ് അടക്കമാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഇതുപോലെ ഒരു ഷേപ്പിൽ നമ്മൾ ചുറ്റും വരച്ചു കഴിഞ്ഞു. ഇനി ഇവിടെയായിട്ട് ഇങ്ങനൊരു ഷേപ്പ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ നിന്നൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക താഴെ. എന്നിട്ട് മുകളിൽ നിന്ന് ആ ഒരു പോയിന്റിലേക്ക് ഇങ്ങനൊരു ഷേപ്പിൽ കൊണ്ടുവരികയാണ്. ഈ ഒരു ഷേപ്പാണ് ആ ഒരു കോളറിന് ഒരു ഭംഗി നൽകുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ വരയ്ക്കാം. അപ്പോൾ ആദ്യം നിങ്ങളൊരു പേപ്പറിൽ കട്ട് ചെയ്തിട്ട് തുണിയിൽ കട്ട് ചെയ്യണമായിരിക്കും നല്ലത്. ഇനി നമുക്കിത് വെട്ടിയെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നെക്കിൻ്റെ ഈ ഒരു ഭാഗം കട്ട് ചെയ്യാണ്. അതിനുശേഷം ഈ ഒരു കോളറിൻ്റെ ഒരു ഭാഗം കൂടി കട്ട് ചെയ്യാം. 1.5 ഇഞ്ച് മുതൽ ഒരു 2.5 ഇഞ്ച് വരെയുള്ള വീതി എടുക്കണമായിരിക്കും നല്ലത്. കൂടുതൽ വീതി ആയി കഴിഞ്ഞാൽ ഫ്രോക്കിന് വയ്ക്കുമ്പോൾ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതനുസരിച്ച് എടുക്കാം. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തു. ഇനി നമുക്ക് തുണിയിൽ എങ്ങനെയാണ് കട്ട് ചെയ്യണേന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലൊരു പീസ് തുണി എടുത്തിട്ടുണ്ട്. ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് 4ആയിട്ട് വേണമെങ്കിൽ മടക്കാം. അപ്പം ഞാൻ ആദ്യം 2ആയിട്ട് മടക്കിയിട്ടാണ് കാണിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ മടക്കി വെച്ച് ഈ നെക്കിൻ്റെ ഈ ഒരു ഷേപ്പ് ഉണ്ടല്ലോ ഈ ഭാഗം ഇതുപോലെ ആയിട്ട് നിങ്ങൾ വയ്ക്കണം. എന്നിട്ട് അതിൻ്റെ ആ ഷേപ്പ് നമ്മൾ തുണിയിൽ അതേപടി മാർക്ക് ചെയ്യാണ്. ഇനി ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെയായിട്ട് നിങ്ങൾ തയ്യൽ തുമ്പൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു പീസാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഒരു പീസും കൂടി ഇതുപോലെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ടോട്ടൽ നമുക്ക് 2 പീസാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ ലൈനിങ്ങും നമ്മൾ വയ്ക്കണില്ല. അപ്പോൾ ഈ സെയിം തുണിയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇനി ഇതിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു അരികു ഭാഗം ഫുള്ളും തയ്ച്ചു കൊടുക്കുകയാണ്. നെക്കിൻ്റെ ഭാഗം തയ്ക്കരുത്, നമുക്ക് മറിച്ചിടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സൈഡ് തയ്ക്കാണ്ട് ഇതിൻ്റെ അടിഭാഗം ചുറ്റും തയ്ക്കാം. ഇവിടെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല വശത്തേക്ക് മറിച്ചിടാം. ഇവിടെ ഇപ്പോൾ മറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കോളർ വരുന്നത്. ഇനി നമുക്കിതെങ്ങനെയാണ് ഈ ഫ്രണ്ട് ടോപ്പിൽ അറ്റാച്ച് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഈ ടോപ്പിൻ്റെ നല്ല വശത്ത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടൊന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് അനങ്ങാതെ അവിടെ ഇരിക്കും. ഇവിടെ ഫ്രണ്ട് വശവും ബാക്ക് വശവും ജോയിൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ഷോൾഡർ. അപ്പോൾ ഇനി ലൈനിങ് എങ്ങനെയാണ് ഈ പീറ്റർ പാൻ കോളറിൽ വെക്കണേന്ന് നോക്കാം. അപ്പോൾ ലൈനിങ്ങും ഞാൻ ഇതുപോലെ ഫ്രണ്ടും ബാക്കും എൻ്റെ ഷോൾഡർ അറ്റാച്ച് ചെയ്തേക്കാണ്. അത് ഈ തുണീൻ്റെ നല്ല വശത്തായിട്ട് ലൈനിങ് വയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ നെക്കും ഈ ഒരു സിബിൻ്റെ ഭാഗവും തയ്ക്കുകയാണ്. ഇവിടുന്ന് ഈ സിബിൻ്റെ ഭാഗം ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യാണ്. ഇവിടെ കൈക്കുഴിൻ്റെ ഭാഗത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്യണില്ല, ഞാൻ അവിടെ പൈപ്പിംഗ് വെക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഈ ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇടുന്നതാണ്. ഇപ്പോൾ തയ്ച്ച് തന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല വശത്തേക്ക് ഇതുപോലെ തിരിച്ചിടാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ലൈനിങ്ങിൻ്റെ പകരം പൈപ്പിംഗ് വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് ഈ ഒരു കോളർ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യണമെന്ന് മനസ്സിലായി കാണുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സംശയമുള്ളവർ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.